സാറേ, കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും 25% താരിഫാണ് അമേരിക്ക ഏർപ്പെടുത്തിയത്. ചൈനയ്ക്ക് 10%. ഇപ്പോൾ അതിൽ താൽക്കാലികമായൊരു നിയന്ത്രണം വരുത്തിയെന്ന് കേൾക്കുന്നുണ്ട്. അങ്ങനെ നിയന്ത്രണം വരുത്തണമെങ്കിൽ അവർ കീഴടങ്ങിയോ മെക്സിക്കോയും കാനഡയൊക്കെ? മെക്സിക്കോയും കാനഡയും ട്രംപിൻ്റെ കാൽക്കൽ വീണു. കാരണം എന്താണെന്ന് വെച്ചാൽ ട്രൂഡോയും മെക്സിക്കോയുടെ പ്രസിഡൻറ്റും സംസാരിച്ചു ട്രംപുമായിട്ട്. എന്നിട്ട് ഞങ്ങൾ അങ്ങയുടെ ആഗ്രഹം നിവർത്തിച്ച് തരാം, ഞങ്ങൾ വേണ്ട പോലെയൊക്കെ ചെയ്യാം, ഞങ്ങൾ അതിർത്തിയിലേക്ക് സേനയെ അയക്കാം, അനധികൃത കുടിയേറ്റം നിർത്താം, പിന്നെ ഫെൻറ്റാനിൽ എന്ന് പറഞ്ഞാൽ മയക്കുമരുന്ന്, അതാണ് ട്രംപിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉത്കണ്ഠയായിരുന്നത്. കാരണം അവിടുത്തെ ഒരുപാട് യുവാക്കൾ ഈ ഫെൻറ്റാനിൽ എന്ന് പറഞ്ഞ മയക്കുമരുന്ന് കുത്തിവെച്ചിട്ടും മറ്റും ഗുളികകളായിട്ട് കഴിച്ചിട്ടും മറ്റുമൊക്കെ മരിക്കുന്നുണ്ട്. അത് ഈ മൊത്തം മെക്സിക്കോ കാനഡ വഴിയാണ് എത്തിക്കുന്നത് വരുന്നത്. ചൈനയ്ക്കും അതിൻ്റെ അകത്ത് ധാരാളം പങ്കുണ്ട്. ഈ ഫെൻറ്റാനിൽ എന്ന് പറയുന്നത് അതൊരു വലിയ വിഷയം തന്നെയാണ്. അപ്പോൾ അതിനു വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തോളാം എന്ന് ഈ രണ്ട് രാജ്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പം മെക്സിക്കോയുടെയും കാനഡയുടെയും മുകളിൽ 25% തീരുവ ആണ് ചുമത്തിയിരുന്നത്. അത് വലിയ ഒരു പുലിവാലായിട്ട് രണ്ട് രാജ്യങ്ങൾക്കും വന്നേനെ. അപ്പോൾ ഇപ്പം 30 ദിവസത്തേക്ക് ഇത് മരവിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ട്രംപ് ആഗ്രഹിക്കുന്ന വിധത്തിൽ കാനഡയും മെക്സിക്കോയും പെരുമാറിക്കഴിഞ്ഞാൽ ഇത് മാത്രമേ, അല്ലെങ്കിൽ 30 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഈ 25% എന്ന് പറഞ്ഞത് നിലനിൽക്കും. അപ്പോൾ ഇത് ഫെബ്രുവരി 5 ആണ് നിലവിൽ വരാനിരുന്നത്. അതുകൊണ്ട് ഇനി 30 ദിവസത്തിന് ശേഷം ഇത് പുനരവലോകനം ചെയ്യും. രണ്ടുപേരും ഫോൺ ചെയ്തപ്പോൾ സമ്മതിച്ചിരിക്കുകയാണ്. അപ്പോൾ സാധാരണഗതിയിൽ മെക്സിക്കോയും കാനഡയും ഈ പകരം വീട്ടുകയാണ് ചെയ്തത് താരിഫ് എന്ന് പറഞ്ഞിട്ട്. എന്നുവെച്ചാൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് മേലും ഈ താരിഫ് കൂടും. അതെ, അതുകൊണ്ട് അമേരിക്കയ്ക്ക് പ്രത്യേകിച്ചൊന്നും വരാനില്ല എന്നുള്ളത് ട്രംപ് പഠിച്ചിട്ടുള്ളതാണല്ലോ. അപ്പോൾ എന്തായാലും അങ്ങനെ തീരുമാനിച്ച ശേഷം നയതന്ത്ര തലത്തിൽ ഒരുപാട് ചർച്ചകൾ നടന്ന ശേഷമാണ് ഈ 30 ദിവസത്തേക്ക് ട്രംപ് ഈ താരിഫ് ഏർപ്പെടുത്തിയ തീരുമാനം മരവിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ട്രൂത്ത് സോഷ്യൽ എന്ന് പറഞ്ഞ അവിടെയാണല്ലോ പോസ്റ്റ്, അദ്ദേഹത്തിൻ്റെ തന്നെ സൈറ്റിലാണ് അദ്ദേഹം കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ട് മെക്സിക്കോയും കാനഡയുമായിട്ട് ഗംഭീര ചർച്ചകൾ നടന്നു. അപ്പോൾ അവർ ഫെൻറ്റനിൽ മയക്കുമരുന്ന് പ്രശ്നത്തിലും അതിർത്തി സുരക്ഷയിലും വേണ്ട നടപടികൾ എടുക്കാം എന്നറിയിച്ചിട്ടുണ്ട്. അപ്പോൾ തൽക്കാലത്തേക്ക് ഈ താരിഫ് പിൻവലിക്കുന്നു. ഇത് രാജ്യം സുരക്ഷിതമായിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ മെക്സിക്കോയുടെ പ്രസിഡന്റ് ക്ലോദിയ ഷെയ്ൻബോം, ആദ്യം വാർത്തകൾ വന്നിരുന്നത് മെക്സിക്കോയുടെയാണ്, പിന്നെയാണ് കാനഡയുടെ വന്നത്. അപ്പോൾ ക്ലോദിയ ഷെയ്ൻബോം ഇതിൻ്റെ അകത്ത് ട്രംപും ഇയാളും തമ്മിൽ, ട്രൂഡോയും തമ്മിൽ ചേർത്തില്ല, ഒട്ടും ചേരില്ല. ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട പങ്കുവഹിച്ചത് മെക്സിക്കോയുടെ ക്ലോദിയ ഷെയ്ൻബോമാണ്. കാരണം മുമ്പ് ഒരു കോഫി ടേബിൾ ബുക്ക് പ്രചാരണ കാലത്ത് ട്രംപ് എഴുതിയപ്പോൾ ഈ ട്രൂഡോ ഒരു ജാരസന്തതിയാണെന്നുള്ള മട്ടിൽ ഒരു പാരഗ്രാഫ് അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. ട്രൂഡോ കാസ്ട്രോയുടെ സന്താനമാണ്. കാരണം ട്രൂഡോയുടെ അമ്മ വിക്ടോറിയ പല ഘട്ടങ്ങളിലും ക്യൂബയിലേക്ക് പോയിട്ടുണ്ട് എന്നൊക്കെ എഴുതിയിരുന്നു. അപ്പോൾ ഫലത്തിൽ അതൊരു തന്തയ്ക്ക് വിളിയാണല്ലോ, അത് ട്രൂഡോ സഹിക്കണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിൽ പ്രധാനമായിട്ടും പങ്കുവഹിച്ചത് മെക്സിക്കോയുടെ പ്രസിഡന്റ് ക്ലോദിയ ഷെയ്ൻബോം ആണ്. അവര് ആദ്യമേ പറഞ്ഞു, ഞങ്ങൾ 10,000 പേരടങ്ങുന്ന ഒരു സേനയെ, മെക്സിക്കൻ നാഷണൽ ഗാർഡ് സേനയെ അതിർത്തിയിലേക്ക് അയക്കാം, എന്നിട്ട് ഇനി അനധികൃത കുടിയേറ്റം ഉണ്ടാവില്ല, ഈ ഫെൻറ്റനിൽ മയക്കുമരുന്ന് അതിൽ കൂടി കടത്തുന്ന പരിപാടി ഉണ്ടാവില്ല. 10,000 പേരടങ്ങുന്ന സേന എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അപ്പോൾ വളരെ ഗൗരവത്തോടു കൂടി അവരെടുത്തിരിക്കുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ട്രംപുമായിട്ട് സംസാരിച്ച ശേഷം ഈ ഷെയ്ൻബോം, മെക്സിക്കോയുടെ പ്രസിഡന്റ്, അവർ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ഞങ്ങളിതിൻ്റെ അടിയന്തരാവസ്ഥ മനസ്സിലാക്കുന്നു, ട്രംപ് ഉദ്ദേശിച്ചത് മനസ്സിലാക്കുന്നു, ഞങ്ങൾ അമേരിക്കയുമായിട്ട് സഹകരിക്കാൻ തയ്യാറാണ്, ഞങ്ങൾ ഈ ഫെൻറ്റനിൽ കള്ളക്കടത്ത് അതിൽ കൂടിയുള്ളത് ഞങ്ങൾ നിർത്തിക്കോളാം, ഈ സംയുക്ത അതിർത്തിയിൽ കൂടി ഉള്ള അനധികൃത കുടിയേറ്റവും നിർത്തിക്കോളാം
എന്നവർ പറഞ്ഞിരുന്നു. ട്രംപ് പോസ്റ്റൊക്കെ വരുന്നത് പിന്നീടാണ്. ആദ്യം മെക്സിക്കോ സമ്മതിച്ച ശേഷമാണ്. ഈ സൈന്യത്തിനെ അവിടെ വിന്യസിക്കാം എന്നുള്ളതിന് പുറമെ മെക്സിക്കോയും അമേരിക്കയും തമ്മിൽ 2 വർക്കിംഗ് ഗ്രൂപ്പുകൾ ഈ ചർച്ചകൾ ഇടയ്ക്കിടയ്ക്ക് നടത്തിക്കൊണ്ടിരിക്കണമല്ലോ. 30 ദിവസത്തിൻ്റെ ഇടയ്ക്ക് എന്തായി എന്ന് അമേരിക്ക ചോദിക്കുമല്ലോ. അപ്പോൾ അതിന് 2 വർക്കിംഗ് ഗ്രൂപ്പുകൾ, ഉന്നതതല വർക്കിംഗ് ഗ്രൂപ്പുകൾ, ഇത് ചർച്ച, സുരക്ഷയും ട്രേഡും കച്ചവടവും നോക്കാനായിട്ട് 2 വർക്കിംഗ് ഗ്രൂപ്പുകളും ഉണ്ടാവും. അപ്പോൾ മെക്സിക്കോ ചെയ്യുന്നത് വളരെ ഗൗരവത്തോടു കൂടി എടുത്തിട്ടുണ്ട്. മെക്സിക്കോ ചെയ്യുന്നത് ഗൗരവമുള്ള കാര്യമാണ്. ഈ പ്രത്യേകിച്ച് ഫെൻറ്റനിൽ എന്ന് പറഞ്ഞ മയക്കുമരുന്നിൻ്റെ കാര്യത്തിൽ ഇന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. കാനഡ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രൂഡോ പറഞ്ഞു കാനഡയ്ക്ക് $1.3 ബില്യൺ ഒരു ബോർഡർ പ്ലാൻ ഉണ്ടായിരുന്നു. ബോർഡർ അതിർത്തി സുരക്ഷിതമായിരിക്കുക എന്നുള്ളത്, അത് ഉടനെ നടപ്പാക്കുകയാണ് ഞങ്ങൾ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങേര് ഈ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ സാങ്കേതിക വിദ്യ, പിന്നെ സൈന്യം, പിന്നെ ഉപകരണം, ഈ അതിർത്തി സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇത്രയുമാണ് ആ 1.3 ബില്യൺ ബോർഡർ പ്ലാൻ. അത് വെറുതെ ഒരു മാസം വർത്തമാനം പറഞ്ഞാൽ പോരാ, അതൊക്കെ ചെയ്യുന്നുണ്ടെന്ന് കാണിക്കണം. പിന്നെ ഈ ഫെൻറ്റനിൽ, മറ്റ് മയക്കുമരുന്നുകൾ, ഈ കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്തുണ്ട്. ഈ ട്രൂഡോ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിരുന്നു ട്രംപുമായിട്ട് സംസാരിച്ചു, കാനഡ ഇത് ചെയ്യാം, ഈ വക കാര്യങ്ങളിലൊക്കെ നടപടികൾ എടുക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ കാനഡ ചെയ്യാൻ പോകുന്നത് ഫെൻറ്റനിൽ സാർ എന്ന് പറഞ്ഞിട്ടൊരു ഉദ്യോഗസ്ഥനെ, ബോർഡർ സാർ എന്ന് പറഞ്ഞിട്ടൊരാളെ വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഫെൻറ്റനിൽ സാർ എന്ന് പറഞ്ഞിട്ടൊരു ഉദ്യോഗസ്ഥനെ പദവിയിൽ നിയമിക്കാം. അങ്ങനെ ഈ ഫെൻറ്റനിൽ പ്രതിസന്ധി ഉണ്ടല്ലോ പരിഹരിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മെക്സിക്കൻ കാർട്ടലുകൾ ഉണ്ടല്ലോ, മെക്സിക്കോയിൽ നിന്നുള്ള ഈ മയക്കുമരുന്ന് കാർട്ടലുകൾ, പിന്നെ ക്രിമിനൽ ഗാങ്ങുകൾ, ഭീകര സംഘങ്ങൾ, ഇതിനെയൊക്കെ മെക്സിക്കൻ കാർട്ടലുകളെയൊക്കെ ഇങ്ങനെ ക്രിമിനൽ സംഘങ്ങളായിട്ട് മുദ്ര അടിച്ച് പ്രഖ്യാപിക്കാം. എന്നിട്ട് ട്രംപ് ഉദ്ദേശിക്കുന്നത് പോലെ കാര്യങ്ങൾ ചെയ്യാം, ഡ്രഗ് കാർട്ടലുകൾക്കെതിരെ നടപടിയെടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഓപ്പിയോയിഡ് ക്രൈസിസ്, മയക്കുമരുന്ന് പ്രതിസന്ധി, അത് അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പൊതുവെ ട്രംപ് ഈ ഫെൻറ്റനിൽ ആണ് ഈ വലിയ പ്രതിസന്ധിയായിട്ട് കരുതിയിരുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. പക്ഷേ ചൈനയുടെ കാര്യത്തിൽ ഈ 30 ദിവസത്തേക്ക് കാനഡയോടും മെക്സിക്കോയോടും കാണിച്ച ഔദാര്യം, ഇളവ്, അത് ചൈനയോട് കാണിക്കുന്നില്ല. എന്തായാലും ഒന്നാമത് ചൈനയ്ക്ക് 10% മറ്റേതിനെ അപേക്ഷിച്ച് കുറവായിരുന്നു. അപ്പോൾ ചൈനയുമായിട്ട് ഒരു നല്ല ബന്ധം വേണമെന്ന് ആഗ്രഹിക്കുന്നു എന്ന് വേണം കരുതാൻ. പിന്നെ ഇതിൻ്റെ അകത്തുള്ളത് ഈ മെക്സിക്കോയിലെ ഈ എനർജി റിസോഴ്സസ് ഉണ്ട്. മെക്സിക്കോയ്ക്ക് ഊർജം, ഈ എണ്ണ തുടങ്ങിയ കാര്യങ്ങൾ, അതിൻ്റെ അകത്ത് ട്രംപിന് വലിയ താല്പര്യമുണ്ട്, അമേരിക്കൻ കമ്പനികൾക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ. അപ്പോൾ ഇനിയിപ്പോൾ മെക്സിക്കോയുമായിട്ട് പ്രധാനപ്പെട്ട ഒരു ചർച്ച ഈ ഊർജ കാര്യങ്ങളിൽ നടക്കും എന്നാണ് കരുതേണ്ടത്. അങ്ങനെ ഒരു കണ്ണും കൂടി ഉണ്ടാവും. വഴിക്ക് വന്നല്ലോ, വഴിക്ക് വാന്ന് പറഞ്ഞു, വഴിക്ക് വന്നു. ഇനി അതിൻ്റെ കാര്യത്തിലുമൊക്കെ ഞാൻ പറയാം, നിങ്ങൾ അനുസരിക്കുന്ന, ഇനി ആ ഊർജത്തിൻ്റെ കാര്യത്തിലുമൊക്കെ സംഗതി ചെയ്യേ എന്ന് പറയുമായിരിക്കും. ഇനി ഫെൻറ്റനിൽ പ്രശ്നം ഒരു പ്രത്യേക ചർച്ച തന്നെ ആവശ്യമുള്ളതാണ്. അത് നമുക്ക് മറ്റൊരു അവസരത്തിൽ ഫെൻറ്റനിൽ എന്ന് പറഞ്ഞ മയക്കുമരുന്നിനെ പറ്റി ചർച്ച ചെയ്യാൻ തോന്നുന്നു. കാരണം പഞ്ചാബിൽ നിന്നുള്ള 2 പേരെ കഴിഞ്ഞ ആഴ്ച കാനഡയിൽ തന്നെ, എൻ്റെ ഓർമ്മ 8 കിലോ ഫെൻറ്റനിൽ, ഇതൊരു ഇത്തിരി പൊടിയായിട്ടാണെങ്കിലും ഒക്കെ ശക്കലം മതി ഇത് ഓവർ ഡോസും ഒക്കെ ആകാനായിട്ട്. 8 കിലോയുമായിട്ട് 2 പഞ്ചാബികൾ, ഒരു സ്ത്രീയും പുരുഷനും, കഴിഞ്ഞ ആഴ്ച കാനഡയിൽ അറസ്റ്റ് ചെയ്തിരുന്നു. അതാണ് അവിടുത്തെ ഖലിസ്ഥാൻ, ഈ ഭീകരവാദികളുടെ ഒക്കെ പ്രധാനപ്പെട്ട പണി ഡ്രഗും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. സാമ്പത്തിക സ്രോതസ്സൊക്കെ അതാണ് സത്യത്തിൽ. പല
2-3 കേസുകൾ സമീപകാലത്ത് ഉണ്ടായിട്ടുണ്ട് ഖലിസ്ഥാൻവാദികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട്. ഈ ട്രൂഡോയ്ക്ക് പ്രതിസന്ധി വന്നല്ലോ അവിടെ. ട്രൂഡോ രാജിവെക്കുന്നതിനൊക്കെ ഇനിയിപ്പോൾ അവിടെ എന്തായാലും പുതിയ പ്രധാനമന്ത്രി വരാൻ പോവുകയാണ്. ട്രൂഡോ രാജിവെച്ച് കഴിഞ്ഞതാണല്ലോ. അപ്പോൾ പുതിയ പ്രധാനമന്ത്രി ചിലപ്പോൾ ഒരു ഇന്ത്യൻ വംശജയുടെ പേരും കേൾക്കുന്നുണ്ട് ഈ കൂട്ടത്തിൽ, ദീപ്തി. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ വലിയ വ്യത്യാസം വരും. എന്തായാലും ട്രൂഡോ കണ്ണെടുത്താൽ കണ്ടുകൂടായിരുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.